എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വി ആർ ബാക്ക് വിത്ത് അനദർ വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് വയനാട് മേപ്പാടിയിലുള്ള സോസ്റ്റൽ പ്ലസ്സിലെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. നമ്മളൊരു 2-day ട്രിപ്പിന് വയനാട് പോയതിൻ്റെ ഡേ 1 വിശേഷങ്ങൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആണ്. അത് കണ്ടവർക്ക് ഒരുപാട് നന്ദി, കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കാണും കേട്ടോ. സോ മേപ്പാടിയിലുള്ള സോസ്റ്റൽ പ്ലസ്സിലാണ് നമ്മൾ സ്റ്റേ എടുത്തിരുന്നത്. വലിയൊരു എസ്റ്റേറ്റിന് നടുക്കാണ് കേട്ടോ ഈ സ്റ്റേ ഉള്ളത്. പണ്ടത്തെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇപ്പോൾ സോസ്റ്റലായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നതാണ്. ചുറ്റും തേയിലത്തോട്ടാണ്. അതിൻ്റെ ഉള്ളിൽ കോസി ആയിട്ടുള്ള കുറേ കോർണേഴ്സ് ഉണ്ട് നമുക്ക് ചില്ല് ചെയ്യാനായിട്ട്. നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു, ഒരു 7 PM ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അവർ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തിരുന്നു, മ്യൂസിക് സിസ്റ്റം ഉണ്ടായിരുന്നു. സോ നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് 2 കോഫിയൊക്കെ കുടിച്ച് അവിടെ കുറച്ച് നേരം അവിടെ നിന്ന് ക്യാമ്പ് ഫയർ എൻജോയ് ചെയ്തു. ഒരുപാട് ഫ്രണ്ട്സ് ഗ്യാങ് വന്നവരൊക്കെ ഒരുപാട് പേര് അവിടെ ഡാൻസ് ഒക്കെ കളിച്ച് എൻജോയ് ചെയ്യായിരുന്നു. അപ്പോൾ ആ സമയം നമ്മളൊന്ന് കുറച്ചൊന്നും അവിടെ ചുറ്റി കാണാമെന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര ക്ലിയർ സ്കൈയും വില്ലേജ് വ്യൂ ഒക്കെ ആയിരുന്നു നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഗോവൻ എന്തായാലും കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്നുണ്ട് നമ്മൾ ആ ഹോസ്റ്റലിൻ്റെ പുറത്തേക്കൊന്ന് ഇറങ്ങി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കൈ ആയിരുന്നു കേട്ടോ അന്ന്. ഒരുപാട് സ്റ്റാർസ്, ക്ലിയർ സ്കൈയും. ബാംഗ്ലൂർ ഒന്നും സത്യം പറഞ്ഞാൽ ക്ലിയർ സ്കൈ ഒന്നും കാണാനേ പറ്റില്ല, ഒരു സ്റ്റാർ പോലും നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റാറില്ല. സോ ഗോവ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റുമോ ഗോവന് കേട്ടോ. ഭയങ്കര ഭംഗിയായിരുന്നു ഫോട്ടോസൊക്കെ കാണാൻ. ഫോട്ടോ സെഷനൊക്കെ ശേഷം നമ്മൾ കുറച്ച് ടയേർഡായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് കുറച്ച് കാമായിട്ടുള്ളൊരു ഏരിയയാണ് ചൂസ് ചെയ്തത്. അത് ഇവിടെ ഒരു ഏർമാടം പോലെ ഉണ്ടാക്കിയിരുന്നു അവിടെ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുകയും ക്യാമ്പ് ഫയറൊക്കെ എൻജോയ് ചെയ്യണ സമയത്ത് നമ്മൾ ആ ഏർമാടത്തിൽ പോയിരുന്ന് ചില്ല് ചെയ്തു. ഗിറ്റാറും പിന്നെ മ്യൂസിക്കിന് എന്തൊക്കെയോ ഒരു ബോക്സ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അവിടെ ഒന്ന് കറങ്ങി നടന്നു. പിന്നെ നമ്മൾ ഡിന്നർ ഹെവി ആയിട്ടൊന്നും കഴിച്ചില്ല. സോസിൽ ഭയങ്കര കോസ്റ്റ്ലി ആട്ടോ, കഫറ്റേരിയ ഭയങ്കര കോസ്റ്റ്ലിയാണ്. സോ നമ്മൾ ഓൾറെഡി വാങ്ങിച്ച കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നമുക്ക് പിറ്റേന്ന് വെളുപ്പിന് തന്നെ ചേമ്പ്ര ട്രെക്കിംഗ് ബുക്ക് ചെയ്തിരുന്നു. സോ വെളുപ്പിനെ എണീറ്റ് നമ്മളൊരു 5 മണിയാകുമ്പോൾ പോയി ചേമ്പ്ര ട്രെക്കിങ്ങിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് വന്ന് ഇവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്തു. ഏർലി മോർണിംഗ് ആ മിസ്റ്റും സൺറൈസൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കാണാനായിട്ട്. സോ ടിക്കറ്റ് എടുക്കുന്ന ചേമ്പ്ര ട്രെക്കിൻ്റെ സ്ഥലം ഒരു 800 മീറ്റർ താഴെയാണ് കേട്ടോ. സോ അത് പോയി ടിക്കറ്റ് എടുത്ത് വന്നപ്പോഴത്തേക്കും സൺറൈസിൻ്റെ ടൈമൊക്കെ ആയിരുന്നു. സോ കുറച്ച് നേരം ആ തണുപ്പത്ത് അവിടെ നിന്ന് നമ്മൾ എന്താ പറയുക, കുറച്ച് ഗോവൻ ഒരുപാട് ഫോട്ടോസ് അവിടെ എടുത്തിട്ടുണ്ട്. ഫോട്ടോസൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് ഇനി ചേമ്പ്ര ട്രക്കിന് പോണ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിരിക്കുകയായിരുന്നു, എങ്ങനെ ഉണ്ടാവും എക്സ്പീരിയൻസ്. സോ നമ്മൾ സഡനായിട്ട് എടുത്ത പ്ലാനായിരുന്നു എന്തായാലും ട്രക്കിന് പോകാൻ. ട്രക്കിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വ്ളോഗിൽ എന്തായാലും കാണിക്കും കേട്ടോ. ഇന്നിപ്പോൾ ഹോസ്റ്റലിലെ ഡീറ്റെയിൽസ് കാണിക്കാൻ ഇരിച്ചു. അങ്ങനെ നിങ്ങൾക്ക് ഈ ബാംഗ്ലൂർ അല്ലെങ്കിൽ സിറ്റീസ് കായസ് എന്നൊക്കെ മാറിയിട്ടൊന്ന് എൻജോയ് ചെയ്യണമെങ്കിൽ ഈ പ്ലേസ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഹലോ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഡോർമെട്രി. ഇങ്ങനെയാണ് കേട്ടോ, ഇത് ഫീമെയിൽ ഡോർമെട്രി ആണ്. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. റൂം എങ്ങനെ ഉണ്ടാവുന്ന ഡൗട്ട്സ് ഉള്ളവർക്ക്. അത്യാവശ്യം നമുക്കൊരാൾക്കൊരു നൈറ്റ് കിടക്കാൻ ഇത് ധാരാളമാണ്. ഇതായിരുന്നു എൻ്റെ ബെഡ്. അപ്പോൾ ഈ മുകളിലേക്ക് കയറുന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, പക്ഷേ ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഇനി ഫ്രണ്ട്സായിട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്ത് കിടക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഹോസ്റ്റൽ ചെക്കൗട്ട് ചെയ്യുക. ഹോസ്റ്റൽ ആപ്പും ഉണ്ട്, ഹോസ്റ്റലിൻ്റെ വെബ്സൈറ്റിലും ഉണ്ടായിരിക്കും. പിന്നെ ഓരോ ബെഡിനും അവിടെ ലൈറ്റ്സ് ഉണ്ട്, ചാർജിങ് പോയിന്റ്സ് ഉണ്ട്. സോ ഒരു ഗ്രൂപ്പ് ഫ്രണ്ട്സ് ആയിട്ട് വരുന്നവർക്കൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ചോയ്സാണ്. പിന്നെ ആ പ്രോപ്പർട്ടിയുടെ ഒരു ഭംഗിയാണ്. അത് നമുക്ക് ഈ ഒരു റേറ്റിന് ഇത്രയും വലിയൊരു എസ്റ്റേറ്റ് ഒക്കെ വേറെ കിട്ടുമോ എന്ന് വെച്ചാൽ ഡൗട്ടാണ്. പിന്നെ അവരും കുറച്ച് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. തേയിലത്തോട്ടത്തിലുള്ള ATV റൈഡ്, സൈക്ലിങ്, പിന്നെ ഒരു പ്രൈവറ്റ് വാട്ടർഫോളിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോകും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് നമുക്ക് ചെയ്യാനായിട്ട് ക്യാരം ബോർഡ് ഉണ്ട്, ഫൂസ്ബോൾ ഉണ്ട്. നമ്മുടെ സ്റ്റേ ഇവിടെ തന്നെ നമ്മൾ ചെക്കൗട്ട് ചെയ്തു കേട്ടോ. നമ്മളിനി നേരെ കൽപ്പറ്റയിലേക്ക് പോകണം ഫുഡ് കഴിക്കാനായിട്ട്. എന്നിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ ബാംഗ്ലൂർക്ക് വിടും. ഇന്ന് വേറെ പ്ലാനൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടി. അടിപൊളി സ്റ്റേ ആയിരുന്നു കേട്ടോ. എനിക്ക് ഈ പ്രോപ്പർട്ടി ഒത്തിരി ഇഷ്ടമായി. രാവിലെയൊക്കെ ഭയങ്കര രസമായിരുന്നു അവിടെ കാണാൻ. ഓക്കെ, അപ്പം ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ശരി, ബൈ ഹോസ്റ്റൽ. സോ അങ്ങനെ ചേമ്പ്ര ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പോണ വഴിയും ഹോസ്റ്റലിൽ നിന്ന് ഭയങ്കര ഭംഗിയായിട്ടാണ് കാണാൻ. അപ്പോൾ ഒരു ചെറിയൊരു ഹോസ്റ്റലിന് താഴേക്ക് ഒരു 10-15 മിനിറ്റ് ഇറങ്ങുമ്പോൾ ചെറിയൊരു ചായക്കട ഉണ്ടാവും. ഈ വയനാട്ടിൽ എല്ലായിടത്തും കണ്ട ഒരു ഇതാണ് മുന്തിരി ചായ, മുന്തിരി കട്ടൻ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചു. ഭയങ്കര റിഫ്രഷിങ് ആയിരുന്നു കേട്ടോ. ഒരു മുന്തിരി ജ്യൂസ് പക്ഷെ ഹോട്ടായിട്ട് കുടിക്കുന്ന ഒരു ഫീലായിരുന്നു. നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ നമ്മുടെ ബാംഗ്ലൂരിലേക്കുള്ള യാത്ര തുടർന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ആ ചേമ്പ്ര ട്രക്കിങ്ങിൻ്റെ വിശേഷമൊക്കെ ആയിട്ട് അടുത്ത വ്ളോഗിൽ ഉടൻ തന്നെ നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, ബൈ.